ഹലോ ഫുഡീസ്. അപ്പോൾ നല്ല മഴയൊക്കെയാണല്ലേ, അപ്പോൾ നല്ല ഫിഷ് മാംഗോ കറി കഴിക്കാൻ പറ്റിയ സമയമാണ്. ചെറിയൊരു ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മളെ ഉലുവയും അതേപോലെ ഗാർലിക്കും ഇഞ്ചറും ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഇതുണ്ടാവണം. കാരണം ഉള്ളി അധികം കടിക്കാൻ പാടില്ല ഇതിനകത്ത്. അതിനകത്തേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. മഞ്ഞൾ എന്തുകൊണ്ടാണ് നേരത്തെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മഞ്ഞളിൻ്റെ ഒരു പച്ച ചൊവ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിപ്പിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്, മില്ലിൽ നിന്നും ഡയറക്റ്റ് പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾപ്പൊടി. അതുകൊണ്ട് തന്നെ ഇതിനൊരു പച്ച ചൊവ കൂടുതലായിരിക്കും. ആ കൂട്ടത്തിലേക്ക് മുളക് പൊടിയും ഉപ്പും കൂടി ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കേണ്ടത്. അധികം എരിവൊന്നും വേണ്ട ഈ മാംഗോ കറി എന്ന് പറയുമ്പോൾ. ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടേണ്ടത്. നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല പോലെ അത് മാറി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പച്ച മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്യുന്നത് നിർത്തരുത്. മാങ്ങയിലൊക്കെ നല്ലോണം പിടിച്ചോട്ടെ മസാലയൊക്കെ. അതുപോലെ നന്നായിട്ട് കാക്കുക. നല്ല പുളിപ്പുള്ള മാങ്ങയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കഴിയുമ്പോൾ സംഭവം കറീൻ്റെ ഏകദേശം ഒരു രീതിയായി കിട്ടും കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ മാങ്ങ വെന്ത് ഇതിൻ്റെ ഫ്ലേവർ മുഴുവൻ ഈ ഗ്രേവിയിലേക്ക് ഇറങ്ങണം. അതുവരെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് വേവിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഫിഷ് ഏതാണെന്ന് വെച്ചാൽ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഫിഷ് കൂടി അതിൻ്റെ അകത്തിട്ട് കേട്ടോ. ഫിഷ് ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കുന്ന രീതി ഒന്ന് മാറ്റി പിടിക്കണം. വലിയ തവിയൊന്നും ഇട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മീനൊക്കെ പൊടിഞ്ഞ് സാമ്പാറായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇതിനെ തിളപ്പിച്ച് നന്നായി തിള വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്താൽ സംഭവം ഇതുപോലെ ഇരിക്കും. അപ്പത്തിൻ്റെ കൂടെയും അതേപോലെ ചോറിൻ്റെ കൂടെ കട്ടിപ്പൊളിയാണ്.